അസ്സലാമു അലൈക്കും. ഈ ലോകം മൊത്തം നിങ്ങളെ തള്ളി പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നടക്കൂല എന്ന് വിചാരിച്ച കാര്യമാണെങ്കിൽ പോലും പടച്ചോൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇസ്മിനെ ഈ അറഫ ദിവസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് കാര്യമാണ് നിങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നത്, ആ ചോദിച്ച കാര്യം ഉടൻ ഉത്തരം കിട്ടുന്ന അള്ളാഹുവിൻ്റെ മഹാത്ഭുതമായിട്ടുള്ള നാമമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു അറഫ ദിവസത്തിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യം തന്നെ ഈ ഒരു മഹത്തായിട്ടുള്ള അമലിൻ്റെ മഹത്തായിട്ടുള്ള ഒരു അനുഭവം നമുക്കൊന്ന് കേൾക്കാം. അൽഹംദുലില്ലാ, ഈ ഒരു അമലിനെ ചെയ്യാനും ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ ലഭിക്കാനും ഈ ഒരു അറഫ രാവിലെ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അത്രയും ഇടങ്ങേറായിരുന്നു ഞാൻ ഈ ഒരു കാര്യം കൊണ്ട്. അത്രക്കും പവറാണ് ഈ ഒരു ദിക്ർ. കാരണം എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല. എൻ്റെ സഹോദരൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അവൻ അതിൽ നിന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ദിക്റിനെ ചൊല്ലിക്കഴിഞ്ഞ ദിവസം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്കതിൻ്റെ ഉത്തരവും തന്നു. അവൻ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ വയ്യട്ടോ, എനിക്ക് നന്നാവണം എന്നവൻ കരഞ്ഞുകൊണ്ട് ഫോണിൽ കൂടെ പറയാണ്. ഈ ദിക്റ് പറഞ്ഞു തന്നതിന് അൽഹംദുലില്ലാ. ഇതാണ് ആദ്യം നമ്മളൊരു പരിശുദ്ധമായിട്ടുള്ള അനുഭവമായിട്ട് പറയുന്നത്. അതിനുശേഷം മറ്റൊരനുഭവം, സത്യമായിട്ടുള്ള അനുഭവമാണ്. അൽഹംദുലില്ലാ, സത്യം, ഞാൻ ഇന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ ളുഹർ നിസ്കാര ശേഷം 1200 പ്രാവശ്യം പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മിനെ ചൊല്ലി ദുആ ചെയ്തു. അസ്ർ ആയപ്പോഴേക്കും എൻ്റെ ആ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു തആല സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി എന്നും എൻ്റെ ലൈഫിൽ ഈ ഒരു ദിക്ർ ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനിതിനെ മാറ്റൂല. അത്രക്കും പ്രതിസന്ധിയിലായിരുന്നു ഞാൻ. അള്ളാഹു സുബ്ഹാനഹു തആല മഹാനാണ്, ആരെയും കൈവിടൂല അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാകും. ഇതാണ് മറ്റൊരു അനുഭവമായിട്ട് വരുന്നത്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ലേ. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ കുടുക്കത്തിൽപ്പെട്ട് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ഇത്തരം ദുആകൾ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല അത് തട്ടിക്കളയണില്ല. കാരണം റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വിളിച്ചിട്ടാണ് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു രാവിലെ ആരും തന്നെ മിസ്സാക്കി കളയാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും റബ്ബ് സുബ്ഹാനഹു തആല വലിയ അനുഗ്രഹങ്ങൾ തന്നെ ഇട്ടുതരും. അപ്പോൾ അത് ഏതാണെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ വേഗത്തിൽ തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ അമലിനെ പരിപൂർണമായിട്ട് നല്ല വൃത്തിയോടുകൂടെ, ബഹുമാനത്തോടുകൂടെ, ആദരവോടുകൂടെ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇതിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് റബ്ബ് സുബ്ഹാനഹു തആല മാറ്റട്ടെ. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ അറഫയുടെ രാവിലെ ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക്, പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക്, ജീവിതത്തിൽ ഉയരൂല എന്ന് തോന്നുന്നവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഹജ്ജിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള അറഫയിൽ തൂവെള്ള വസ്ത്രം അണിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ലോകത്തിലെ എല്ലാ വ്യത്യസ്ത കോണുകളിൽ നിന്നും വന്നിട്ടുള്ള വ്യത്യസ്ത തരം മനുഷ്യർ. അവരെല്ലാം മറന്ന് സമ്പത്തും സ്ഥാനവും പ്രശസ്തിയും എല്ലാം പിന്നിലാക്കി ഒരേ റബ്ബിൻ്റെ മുമ്പിൽ തലകുണിച്ച് നിൽക്കുന്ന ദിവസമാണിന്ന്. അവിടെ രാജാവും സാധാരണക്കാരനും പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം ഒരുപോലെയാണ്. വലിയവനെന്നോ ചെറിയവനെന്നൊന്നും ആരുമില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേ പ്രതീക്ഷയാണ്, എൻ്റെ റബ്ബിനെ മാപ്പാക്കോ എന്ന പ്രതീക്ഷ. കണ്ണുകളിൽ കണ്ണുനീരാണ്, ചുണ്ടുകളിൽ ദുആയാണ്, ഹൃദയത്തിൽ 1000 പ്രതീക്ഷയാണ്. യാ റബ്ബേ, യാ അല്ലാ എന്ന് വിളിക്കുന്ന ശബ്ദങ്ങൾ ആകാശത്തോളം ഉയരുന്ന ദിവസമാണെന്ന്. അപ്പോൾ ഹാജിമാർ അവിടെ നിന്ന് ഇത്തരത്തിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്ന ഈ ഒരു ദിവസത്തിൽ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഓർത്ത് ചിലർ ഇന്ന് കരയുന്നുണ്ട്. വർഷങ്ങളായിട്ട് മനസ്സിൽ ഒളിപ്പിച്ച ദുആകൾ ചിലർ റബ്ബിനോട് തുറന്ന് പറയുന്നുണ്ടെന്ന്. ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ പോലും അള്ളാൻ്റെ മുമ്പിലിരുന്ന് കണ്ണീരായിട്ട് ഒഴുക്കുന്ന ദിവസമാണെന്ന് അറഫ. അതൊരു സ്ഥലം മാത്രമല്ല,
ഒരു വിശ്വാസിയുടെ ഹൃദയമാണ് റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിമിഷം. ഈ ലോകം മുഴുവനും നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും നീ എൻ്റെതാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന അള്ളാഹു ഇന്ന് നമ്മളെ ചേർത്ത് പിടിക്കും. പാപങ്ങളുടെ ഭാരം കൊണ്ട് തളർന്ന ഹൃദയങ്ങൾ പോലും വീണ്ടും പ്രതീക്ഷിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു അറഫ ദിവസം. ദുആകൾക്ക് വാതിലുകൾ തുറക്കുന്ന ദിവസം, കരുണ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസം. അറഫ ദിനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: മനുഷ്യൻ എത്ര തെറ്റുകാരനായാലും റബ്ബിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കൂല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു അറഫ രാവിലെ ഹൃദയം തുറന്ന് നമ്മൾ ദുആ ചെയ്യുക, കണ്ണുനീര് കൊണ്ട് റബ്ബിനോട് സംസാരിക്കണം. കാരണം ഒരു സത്യമായിട്ടുള്ള ദുആ, ഒരു ആത്മാർത്ഥമായിട്ടുള്ള യാ അല്ലാഹ് മതി ജീവിതം മുഴുവനായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ വർണ്ണിച്ചിട്ടുള്ള ആ ഒരു മഹത്തായിട്ടുള്ള ദിക്ർ, അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള ഇസ്മ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ? ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വലിയ നിഅമത്ത് തന്നെയായിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ മഹോന്നതനായിട്ടുള്ള ഇസ്മാണ്, ഇസ്മുൽ അഅ്ലമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മായിട്ടുള്ള യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ, ഈ ഇസ്മിനെ നിങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് എണ്ണം തെറ്റാതെ ഒരു 12,200 തവണ നിയ്യത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഈ ഒരു ദിക്ർ കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ച് പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. ഈ ദിക്ർ പതിവായി ചൊല്ലുന്നവരുടെ പ്രാർത്ഥനയിൽ ഒന്നും തന്നെ തള്ളപ്പെടൂല. അയാൾ അള്ളാഹുവിനോട് എന്താണ് ആവശ്യപ്പെടുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ, ഇന്നത്തെ ഈ ഒരു രാത്രിയിൽ ആരും തന്നെ ഈ ഒരു അമലിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാട്ടില്ലേ. നിങ്ങൾ ഇത്തരം അറിവുകൾ കാണുമ്പോൾ അത് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ അറിവിലേക്ക് നിങ്ങളെ അറിയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ജോലിയില്ലാത്ത, മനോവിഷമം അനുഭവിക്കുന്ന, ജീവിതം തകർന്നു പോയിട്ടുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹുവിൻ്റെ ഇസ്മ അത്രയും എഫക്റ്റീവാണ്. യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മിനെ മുറുകെ പിടിക്കുക. 1200 തവണ നിങ്ങൾ ഈ ഒരു ദിവസത്തിൽ, അത് നിങ്ങൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തീർച്ചയാണ്. ഇന്നത്തെ രാവിനെ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കും ചെയ്യാറില്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ ഹൈറും ഹലാലും ആയിട്ടുള്ള എല്ലാ മുറാദുകളും സാധിപ്പിച്ചു തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വുളു എടുത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക, അല്ല പറ്റൂല എന്നാണെങ്കിൽ വുളു ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാറില്ലേ. എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ടുള്ള ദിക്റുകൾ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഇത് നിങ്ങൾ ചെയ്യും എന്നുണ്ടെങ്കിൽ ഒരു അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഇൻഷാ അള്ളാഹ് നമുക്ക് ആരൊക്കെ ചെയ്യും, ആർക്കൊക്കെ ഉത്തരം കിട്ടും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സറിഞ്ഞ് ചെയ്യുക, മനസ്സിൽ പ്രതീക്ഷ വെച്ച് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടെ ചെയ്യുക. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല കൈവിടൂല, നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. നമ്മളെ റബ്ബല്ലേ. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാട്ടില്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.